ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റിയും SIOയും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഒരു പകൽ കഴിഞ്ഞപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ അടക്കം തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു. ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച് തൂക്കിലേറ്റിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാണ്? കാരണം എന്തായാലും ഒരു ജനകീയ സമരത്തിലേക്ക് അങ്ങനെ ഒരു ആരാധനയെ ചേർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? RDX പരിശോധിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ്? വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി SIO പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ഉയർന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് രൂക്ഷ വിമർശനം. അൽ-ഖ്വയ്ദ അടക്കം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായ നേതാവാണ് സയ്യിദ് ഖുതുബ്. വഖഫ് ഭേദഗതിക്കെതിരായ സമരത്തിൽ ഈജിപ്ഷ്യൻ മുൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സയ്യിദ് ഖുതുബിന് എന്താണ് കാര്യമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. സമരത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഉയർത്തിയ നേതാവിന്റെ ചിത്രമുയർത്തി ജമാഅത്തെ ഇസ്ലാമി സഹായിക്കുന്നത് ആരെയാണെന്ന് ഇടത് ഹാൻഡിലുകളടക്കം ചോദിക്കുന്നു. സാമൂഹിക നീതിയിൽ നിന്ന് മുസ്ലിം തീവ്രവാദത്തിലേക്ക് ചർച്ചയെ തിരിച്ചുവിടുന്നുവെന്നാണ് വിമർശനം. സയ്യിദ് ഖുതുബിനെ അനുകൂലിക്കുന്ന ഒട്ടേറെ ലേഖനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ചരിത്രകാരന്മാർ തന്നെ അതിലേക്കൊക്കെ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജോൺ ഗൾവർട്ടിന്റെ സ്ഥിരമായി എടുത്ത് ഉപയോഗിക്കുന്ന ചില സംഗതികളുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ തീവ്ര ആശയത്തിൽ തീവ്രവാദ സംഘടനകൾ ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരുന്നില്ല എന്ന് പറയും. പക്ഷേ എഴുതി വെച്ച സംഗതിയൊക്കെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അതിന്റെ അടിസ്ഥാന ആശയമായി എടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന തീവ്ര വിഷമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിപ്പോ ഇപ്പോഴാരൊക്കെയാണ് ഇതെടുത്ത് പ്രയോഗിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ സയ്യിദ് ഖുതുബിന്റെ ടെക്സ്റ്റ് എടുത്ത് അവരുടെ ആശയമായി പ്രചരിപ്പിക്കുന്ന സംഘടനകൾ നിലവിൽ ഏതൊക്കെയാണ്? അത് നോക്കുമ്പോൾ അൽ-ഖ്വയ്ദയുണ്ട്, ISIS ഉണ്ട്, മുസ്ലിം ബ്രദർഹുഡ് ഉണ്ട്, ബൊക്കോ ഹറാം ഉണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം ആശയവും ആവേശവുമാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയത്തിൽ ഈ സമരത്തിൽ, അതായത് കോഴിക്കോട്, ഇത് ഇന്ത്യയിൽ ഏതെല്ലാം എയർപോർട്ടുകളുണ്ട്, വേറെ ഏതെങ്കിലും എയർപോർട്ടിന് മുന്നിൽ പോയി ഈ സമരം ചെയ്യാൻ ഈ മട്ടിൽ ഇവർ തയ്യാറാവുന്നുണ്ടോ? അവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാക്കൾ എല്ലാവരും വന്ന് സംഘടിച്ച് സമരം ചെയ്തവരെയാണ്. ഈ പറയുന്ന മലപ്പുറത്തെ അത് കോഴിക്കോട് എയർപോർട്ട് ഒന്ന് വേറേ ഉള്ളൂ, മലപ്പുറത്ത് ഇരിക്കുന്ന എയർപോർട്ടാണല്ലോ. അതിന്റെ പേരിൽ തന്നെ കഴിഞ്ഞ കുറെ കാലം വലിയ തർക്കങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും ഇവിടെ ഉണ്ടായതാണല്ലോ. അതായത് കേന്ദ്രത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ BJP സർക്കാരിന് വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഹുക്ക് ചെയ്യാൻ പറ്റും. ഈ വഖഫ് സമരത്തെ മൊത്തത്തിൽ ഇവർക്ക് എതിർക്കാനോ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ്ട് തീവ്രവാദ സംവിധാനമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു നീക്കമാണ് അവിടെ ഈ SIOയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരൊറ്റ ഈ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും കൃത്യമായി ഏറ്റവും തീവ്രമായി അവതരിപ്പിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്, സയ്യിദ് ഖുതുബ് തന്നെയാണ്. അപ്പോൾ മൗദൂദി കുറെ കൂടി ലളിതമായി കുറെ കൂടി സമവായ ഭാഷയിലൊക്കെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും സയ്യിദ് ഖുതുബ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സയ്യിദ് ഖുതുബ് പറഞ്ഞ രണ്ട് പാർട്ടി എവിടെയുള്ളൂ, ഒന്ന് പടച്ചോന്റെ പാർട്ടി, ഒന്ന് സാത്താന്റെ പാർട്ടിയും. പടച്ചോന്റെ പാർട്ടി എന്നുള്ളത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, അതായത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെല്ലാവരും, അതാണ് പടച്ചോന്റെ പാർട്ടി. ബാക്കി മുഴുവൻ സാത്താന്റെ ആളുകളാണ്, ഇവരെ തീർത്തു കളയേണ്ടതാണ് എന്നുള്ള നിലപാടായിരുന്നു സയ്യിദ് ഖുതുബിന്റേത്. വിദേശ ശക്തികളെ, അതായത് വിദേശ തീവ്രമായ പാശ്ചാത്യ വിരുദ്ധത, ആ പാശ്ചാത്യ വിരുദ്ധത കൊണ്ട് തന്നെ അവരെല്ലാം കായികമായി അട്ടിമറിക്കേണ്ടതാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് സയ്യിദ് ഖുതുബ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. കാരണം ലോകം മുഴുവൻ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം പ്രചാരണ സാമഗ്രികൾ ഓരോ ഘട്ടത്തിൽ പിടിച്ചെടുക്കുമ്പോഴും അതിലെല്ലാം